Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലയൻസ് ജിയോയുടെ ഏതെങ്കിലും ഓഫറിനെ കുറിച്ചല്ല. റിലയൻസ് ജിയോ എന്തുകൊണ്ടാണ് സമ്മർ സർപ്രൈസ് ഓഫർ പിൻവലിക്കാനുള്ള കാരണം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം റിലയൻസ് ജിയോ വന്നതിന് ശേഷം ഇന്ത്യയിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് ലഭിക്കാൻ തുടങ്ങി. ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ് ഇന്റർനെറ്റ് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതിപ്പോൾ കേരളത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും റിലയൻസ് ജിയോ അവൈലബിൾ ആണ്. റിലയൻസ് ജിയോയുടെ ഓഫറുകൾ അവൈലബിൾ ആണ്. ഈ ഫ്രീ സർവീസ് ലഭിക്കാൻ തുടങ്ങിയതോടെ എല്ലാവരും റിലയൻസ് ജിയോ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ റിലയൻസ് ജിയോയുടെ ഈ ഓഫറുകൾ എന്തുകൊണ്ടും സഹായമായിരുന്നത് പണക്കാർക്കല്ല, പാവപ്പെട്ടവർക്കായിരുന്നു, സാധാരണ ജനങ്ങൾക്കായിരുന്നു റിലയൻസ് ജിയോയുടെ ഈ ഓഫറുകൾ ഉപകാരമായിരുന്നത്. പണമുള്ളവൻ എത്ര പണം കൊടുത്താലും ഇന്റർനെറ്റ് ഉപയോഗിക്കും. എന്നാൽ പണം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കുറഞ്ഞ ചെലവിൽ ഇന്റർനെറ്റ് ലഭ്യമാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. സാധാരണ ആളുകൾക്ക് ജിയോ നൽകിയത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് ആയിരുന്നു. ജിയോ വരുന്നതിന് മുമ്പ് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ടെലികോം കമ്പനികൾ ഒത്തുചേർന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിന് മുമ്പ് ജിയോയെ പ്രതിരോധിക്കാനായിട്ട് ഇവർ എന്തുകൊണ്ട് ജിയോ കൊടുക്കുന്ന ഓഫറുകൾ അവരുടെ നെറ്റ്വർക്കിലൂടെയും കൊടുക്കാൻ ശ്രമിച്ചില്ല? അങ്ങനെ ചെയ്യാതെ സാധാരണക്കാർക്ക് സഹായമായിരുന്ന ഓഫറുകൾ നിർത്തലാക്കാൻ എന്തിനിവർ ട്രായ്ക്ക് കംപ്ലൈന്റ് ചെയ്തു? ജിയോ കൊടുത്ത ഓഫറുകൾ നേരിടാനായിട്ട് ഈ കമ്പനികൾ ചെയ്യേണ്ടിയിരുന്നത് അതേ ഓഫറുകൾ അല്ലെങ്കിൽ അതിലും നല്ല ഓഫറുകൾ കൊടുത്തായിരുന്നു ഇവര് ജിയോയെ നേരിടേണ്ടത്. അതല്ലാതെ കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ഓഫറുകൾ നിർത്തലാക്കാൻ വേണ്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്ക് കംപ്ലൈന്റ് ചെയ്യുകയല്ലായിരുന്നു ഈ പറയുന്ന കമ്പനികൾ ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ഓരോ കമ്പനികളുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇത്രയും നാളത്തെ ജിയോയുടെ ഒരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് ഞാൻ ജിയോയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണം. ഇതിലൂടെ നമുക്ക് റിലയൻസ് ജിയോ എത്ര ആളുകൾ ഉപയോഗിച്ചിരുന്നു, എത്ര ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാവുക. ഒരുപക്ഷെ 8-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് റിലയൻസ് ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകാൻ സാധിക്കില്ല. ഒരു ദിവസം കൂടെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാവുക. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും 303 രൂപയിൽ മുകളിലുള്ള ഏതെങ്കിലും ഒരു റീചാർജ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് 3 മാസം ഫ്രീ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.